ഹലോ, വെൽക്കം ടു സ്മാഷ് ഒ ഇ ടി. എല്ലാവരും ഒ ഇ ടി നന്നായി പഠിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഒ ഇ ടിയുടെ കുറച്ച് ഇതുവരെ ഞാൻ ഡിസ്കസ് ചെയ്യാത്ത ഒരു പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഹൈഫനേറ്റഡ് വേർഡ്സിന് ഒ ഇ ടിയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. റീഡിങ്ങിലായാലും ലിസണിങ്ങിലായാലും ഹൈഫനേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്. അപ്പോൾ ആ ഹൈഫൻ ഇട്ടില്ല എങ്കിൽ മാർക്ക് കുറയുമോ എന്ന് എല്ലാ കുട്ടികളും തന്നെ ചോദിക്കാറുണ്ട്. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മെയിനായിട്ടുള്ളൊരു കൺസേൺ ആണത്. ഹൈഫൻ ഇട്ടില്ല എങ്കിൽ മാർക്ക് കുറയുമോ. ഹൈഫൻ ഇടേണ്ട വേർഡ്സ് കുറേ ഉണ്ട്. അത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒ ഇ ടിയിൽ ചോദിക്കുന്ന, ലിസണിങ്ങിലും റീഡിങ്ങിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറേ വേർഡ്സ് ഉണ്ട്. അത് നമ്മൾ ആ ഹൈഫൻ യൂസ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ മാർക്ക് കൃത്യമായിട്ട് നമുക്ക് കുറയുകയും ചെയ്യും. നെഗറ്റീവ് മാർക്കായി പോകും, നമുക്ക് കിട്ടില്ല, 0 ആയിരിക്കും നമുക്ക് ആ ആൻസറിന് കിട്ടുന്ന മാർക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഹൈഫനേറ്റഡ് ആയിട്ടുള്ളതും എന്നാൽ കോമൺ ആയിട്ട് ചോദിക്കുന്നതുമായിട്ടുള്ള കുറച്ച് വേർഡ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു 10 വേർഡ്സ് നമുക്കിന്ന് പരിചയപ്പെടാം. അപ്പോൾ ഹൈഫനേറ്റഡ് വേർഡ്സിലേക്ക് കടക്കാം. അപ്പോൾ 10 വേർഡ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഫസ്റ്റ് വേർഡിലേക്ക് പോകാം. എപ്പോഴും നമ്മൾ കാണുന്ന ഒരു വേർഡാണ് അപ് ടു ഡേറ്റ്, അല്ലേ? അപ് ടു ഡേറ്റ്. പക്ഷേ അത് ഹൈഫനേറ്റഡ് വേർഡാണോ അതോ അതിൽ ഹൈഫൻ ഇടുന്നുണ്ടോ, അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അപ് ടു ഡേറ്റ് ഓഫ് കോഴ്സ് അതൊരു ഹൈഫനേറ്റഡ് ആയിട്ടുള്ളൊരു വേർഡാണ്. ഇനി എവിടെയൊക്കെ നമുക്ക് അതിൻ്റെ ഹൈഫൻ ഇടണം എന്നുള്ളതാണ്. അപ്പ് കഴിഞ്ഞിട്ട് ഒരു ഹൈഫനുണ്ട്, ടു കഴിഞ്ഞിട്ട് ഒരു ഹൈഫനുണ്ട്, ഡേറ്റ്, അങ്ങനെയാണ് അപ് ടു ഡേറ്റ് എന്നുള്ള വേർഡ് വരുന്നത്. സോ ഫസ്റ്റ് വേർഡ് ഈസ് അപ് ടു ഡേറ്റ്. ഇനി നമുക്ക് സെക്കൻഡ് വേർഡിലേക്ക് പോകാം. എന്താണ് സെക്കൻഡ് വേർഡ്? എപ്പോഴും തന്നെ ചോദിക്കുന്ന ഒരു വേർഡാണ് വെൽബീയിങ്. വെൽബീയിങ്, നമ്മളത് വെൽബീയിങ് എന്ന് എഴുതുമ്പോൾ ആരും തന്നെ ഹൈഫൻ ഇട്ടിട്ടില്ല, അല്ലാതെ തന്നെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെൽബീയിങ് എന്നുള്ള ഒരു വേർഡും ഹൈഫനേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് വെൽബീയിങ്. നെക്സ്റ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി, അല്ലേ? ഒരു ഡ്രഗ്സ് ഒക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മൾ കാണുന്നതാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി. അത് ഒരു ഹൈഫനേറ്റഡ് വേർഡാണ്. തേർഡ് വേർഡാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി. ഓക്കെ, നമുക്ക് ഫോർത്ത് വേർഡിലേക്ക് പോയാലോ. എക്സ്റേ. എക്സ്റേ ആരും ഇടാറില്ല. ഞാൻ ഡെയിലി കറക്ഷൻസ് കൊടുക്കുന്ന സമയത്തും റൈറ്റിങ്ങിൽ എപ്പോഴും ഉള്ളൊരു വേർഡാണ്, അല്ലേ? എക്സ്റേ. പേഷ്യൻറ്റിന് എക്സ്റേ എടുത്തു എന്ന് എപ്പോഴും വളരെ കോമൺ ആയിട്ട് പറയുന്നൊരു വേർഡാണ് എക്സ്റേ. പക്ഷെ ആരും തന്നെ എക്സ്റേക്ക് ഹൈഫൻ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് എത്ര നല്ലതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളായാലും കെയർഫുള്ളായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്, പക്ഷെ അവരൊന്നും ആ എക്സ്റേക്ക് ഹൈഫൻ യൂസ് ചെയ്തായിട്ട് കണ്ടിട്ടില്ല. നാലാമത്തെ വേർഡാണ് എക്സ്റേ. എക്സ്റേ എപ്പോഴും ഹൈഫനേറ്റഡ് ആയിട്ടുള്ളൊരു വേർഡാണ്. സോ എക്സ്റേക്ക് ഹൈഫൻ ഇടാനായിട്ട് ഒരിക്കലും മറക്കരുത്. സോ നാലാമത്തെ വേർഡ് എക്സ്റേ ആയിരുന്നു. എക്സ്റേ ഒരു ഹൈഫനേറ്റഡ് വേർഡാണ്. നമുക്ക് നെക്സ്റ്റ് വേർഡിലേക്ക് പോയാലോ. ഫിഫ്ത്ത് വേർഡ് ആൻറ്റി സോഷ്യൽ. ആൻറ്റി സോഷ്യൽ. ആൻറ്റി സോഷ്യൽ ഓൾസോ ഒരു ഹൈഫനേറ്റഡ് വേർഡാണ്. ഫിഫ്ത്ത് വേർഡ് ആൻറ്റി സോഷ്യലാണ്. ഓക്കെ, സിക്സ്ത് വേർഡിലേക്ക് പോകാം. ലോങ് ടൈം. ലോങ് ടൈം എന്നുള്ളതും ഒരു ഹൈഫനേറ്റഡ് വേർഡാണ്. നമ്മുടെ സിക്സ്ത് വേർഡ് ലോങ് ടൈം ആണ്. ഓക്കെ, അപ്പോൾ സിക്സ്ത് വേർഡ് കിട്ടിയല്ലോ. ഇനി നമുക്ക് സെവൻത്ത് വേർഡിലേക്ക് പോകാം. നോൺ അലർജിക്. നോൺ അലർജിക് സെവൻത്ത് വേർഡാണ്. നോൺ അലർജിക് മോസ്റ്റ് കോമൺലി കാണുന്ന വേർഡാണ്, അല്ലേ? നോൺ അലർജിക്. അപ്പോൾ നോൺ അലർജിക് ആണ് നെക്സ്റ്റ് വേർഡ്, നോൺ അലർജിക്. എയ്ത്ത് വേർഡിലേക്ക് പോകാം. നോൺ ആൽക്കഹോളിക്. എയ്ത്ത് വേർഡാണ് നോൺ ആൽക്കഹോളിക്. നോൺ ആൽക്കഹോളിക് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. പേഷ്യൻ്റ് ഈസ് നോൺ ആൽക്കഹോളിക്, പേഷ്യൻ്റ് ഈസ് നോൺ അലർജിക്. അപ്പോൾ അപ്പോഴൊക്കെ അതിനകത്ത് നമുക്ക് ഹൈഫൻ വേണം. എയ്ത്ത് വേർഡാണ് നോൺ ആൽക്കഹോളിക്. ക്ലിയർ ആയല്ലോ. ഇനി മോസ്റ്റ്ലി നമ്മൾക്ക് വരുന്നൊരു വേർഡാണ്, പക്ഷെ നെവർ നമ്മളത് ഉപയോഗിക്കത്തില്ല. സെൽഫ് എംപ്ലോയിഡ്. സെൽഫ് കഴിഞ്ഞിട്ട് ഹൈഫൻ ഉണ്ട് കേട്ടോ. നയൻത്ത് വേർഡാണ് സെൽഫ് എംപ്ലോയിഡ്. നയൻത്ത് വേർഡ് സെൽഫ് എംപ്ലോയിഡ്. പേഷ്യൻ്റ് ഒരു സെൽഫ് എംപ്ലോയിഡ് ആണ്. ഓക്കെ, സോ നമുക്ക് സെൽഫ് എംപ്ലോയിഡ് ഓൾസോ
ഒരു ഹൈഫനേറ്റഡ് വേർഡാണ്. നമുക്കിനി 10th വേർഡിലേക്ക് പോകാം. ആൻറ്റികോയാഗുലൻറ്റ്. ആൻറ്റികോയാഗുലൻറ്റ് അതും നമുക്ക് ഒരു 10th വേർഡാണ്, ഹൈഫനേറ്റഡ് വേർഡാണ്. ഇനി ആൻറ്റികോയാഗുലൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി മാത്രമല്ല കേട്ടോ, നമ്മൾ ആൻറ്റി എന്ന് ഉപയോഗിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഹൈഫനേറ്റഡ് വേർഡ്സ് ആണ്. ആൻറ്റികോയാഗുലൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി കൺവൾസൻസ്, ആൻറ്റി എമിറ്റിക്, കുറേ വേർഡ്സുകളുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് ഹൈഫനേറ്റഡ് വേർഡ്സ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ 10 ഹൈഫനേറ്റഡ് വേർഡ്സ് പഠിച്ചു. എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 10 ഹൈഫനേറ്റഡ് വേർഡ്സ് ആണ്. ഹൈഫനേറ്റഡ് വേർഡ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് റീഡിങ്ങിലായാലും ലിസണിങ്ങിലായാലും ഹൈഫൺ നമ്മൾ കൊടുക്കണം. സോ നിങ്ങൾക്ക് ഈ ഒരു 10 വേർഡ്സ് വളരെ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഹൈഫനേറ്റഡ് വേർഡ്സ് പ്രത്യേകമായിട്ട് എഴുതി പഠിക്കുക. ഓക്കെ, സോ നോട്ട്സ് എഴുതണം കേട്ടോ, നോട്ട്സ് എഴുതണം. വീഡിയോസ് കാണുന്നവരെല്ലാം തന്നെ നോട്ട്സ് എഴുതണം. അപ്പം അത് നിങ്ങൾക്ക് എന്ത് തന്നെയായാലും യൂസ്ഫുൾ ആവത്തേ ഉള്ളൂ. സോ ഹൈഫനേറ്റഡ് വേർഡ്സ് എഴുതി പഠിക്കുക, എഴുതി വെക്കുക, പഠിക്കുക, നോട്ട്സ് കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.